വൈകിട്ട് കിളികളുടെ സൗണ്ട്. കിളികൾ കൂടണയണം, അതാണ് അവിടെ വന്ന് നിന്ന് ശ്രദ്ധിക്കണത്. കിളികളൊക്കെ പറന്ന് കൂടണയാൻ പോകണം, അതാണ് സൗണ്ട്. കിട്ടിയിരുന്നെങ്കിൽ അവൾ പിടിച്ചെടുക്കുമായിരുന്നു. സൗണ്ട് കേൾക്കണമല്ലേ മണിക്കുട്ടി? അതുകൊണ്ട് ആ മരത്തിലൊക്കെ ഉണ്ട്, കൂട് വച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, കിളികളുണ്ട്. ഈ മരത്തിൽ തത്ത വന്നിരിക്കണുണ്ട്. തത്ത, നമ്മളെ പച്ച തത്ത. മണിക്കുട്ടി വീട്ടിൽ പോണാ? കിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പോകണം, പിടിച്ചിട്ട് കിട്ടണില്ല. ഇതാ ഈ തെങ്ങിൽ തത്ത ഇരിക്കുന്നു, പക്ഷേ പിടിച്ചിട്ട് കിട്ടണില്ല. തത്തകളാണ് പറന്നു വന്നിരുന്നത്. ആ സൗണ്ട് കേട്ടിട്ടാണ് ഇവിടെ പുറത്തിറങ്ങി എന്ന് ശ്രദ്ധിക്കുന്നത്. നിറയെ ഉണ്ട് കേട്ടോ തത്തകൾ. അവിടെ അങ്ങ് വരെ എത്തി. പാലും അപ്പം വരണം. തത്തയെ കിട്ടണില്ല. ആ ചില്ലയിൽ ഒരു തത്ത ഇരിപ്പുണ്ട്. ഈ ചില്ലയിൽ കണ്ട, അത് തത്തയാണ് ഇരിക്കുന്നത്, പച്ചത്തത്ത. ആ തത്ത, ആ തെങ്ങ് നിറയെ തത്ത ഇരിക്കുകയാണ് കേട്ടോ. എന്താ പറന്നു പോയി. മണിക്കുട്ടി വീണ്ടും വന്ന് നോക്കണം. ഞങ്ങളുടെ അത് ഇത്തിരി ഉൾപ്രദേശമാണ്, മെയിൻ റോഡല്ല. അതാണ്ട ഉൾപ്രദേശം. ഇവിടെ നല്ല പ്രകൃതി രമണീയമാണ്. വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ നിറയെ കിളികളൊക്കെ ഇങ്ങനെ പറന്നു പോയി. ഞങ്ങളുടെ വിളയിലുമുണ്ട് നിറയെ തത്ത. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വീട്, ഇതായവരെ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ. അവിടെ ഇപ്പോൾ താമസമില്ല ആൾക്കാരൊന്നും, അവരൊക്കെ എറണാകുളത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെ തെങ്ങിലിതാ കൂട് കൂട്ടിയിരിപ്പുണ്ട്. മണിക്കുട്ടി ഭയങ്കര സൗണ്ടാ. വീട്ടിൽ പോവാമോ? പോ, വീട്ടിൽ പോ. അത് വേറെ എന്തോ തത്തയല്ല. തത്തയെ പിടിക്കാൻ പരുന്തും നടക്കുന്നുണ്ട്. വീട്ടിൽ കയറി. ഇതെൻ്റെ മാവ്, ഇതിൽ മാങ്ങയുണ്ട്, പക്ഷേ പുഴു. അടത്ത് വെച്ചാൽ നിറയെ പുഴുവായിട്ട് കിട്ടും.